ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസ് EK. അപ്പോൾ നമ്മളിന്നിപ്പോൾ രാത്രിയിലാണ് ഒരു യാത്ര. അത് വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, നമ്മൾ ഇടുക്കി ഒന്ന് മല കയറാനുള്ള പ്ലാനിങ്ങിലാണ്. ഇടുക്കി നെടുങ്കണ്ടം അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ കുറേ മലകളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് അവിടെ ചെന്നാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ രാത്രി തന്നെ ഇവിടുന്ന് പോകുവാണ്. രാവിലെ വെളുപ്പിന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. നാളെ ഒരു ദിവസത്തെ പരിപാടിയാണ് അവിടെ. അപ്പോൾ ഫുള്ളായിട്ട് കിടന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ എന്തായാലും ഒരു 3-3.5 മണിക്കൂർ പോക്കാം. വെളുപ്പിന് എണീറ്റ് പോയി കഴിഞ്ഞാൽ അത്രയും ദൂരം ഓടി പിന്നെ പോകുമ്പോൾ അത് ക്ഷീണമാവും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വേണ്ടില്ല, രാത്രി ചെല്ലാം, ഏതെങ്കിലും മലയിൽ ചെന്ന് ടെൻ്റ് അടിച്ച് കിടക്കാം. അങ്ങനെയൊക്കെയുള്ള പ്ലാനിങ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നിപ്പോൾ യാസീന, ജിൻഷ, ഷാക്കുട്ടൻ, അതുപോലെ അമൽ, നമ്മൾ ഇത്രയും പേരാണ് പോകണത്. നമ്മൾ 5 പേരാണ്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, പോയി നോക്കാം. നമുക്ക് അങ്ങോട്ട് നൈസായിരിക്കും. രാത്രിയിലാട്ടോ പോണേ, കാട്ടിക്കൂടെയാണ് പോണേ. യോഗം ഉണ്ടെങ്കിൽ ആനേനെ കാണാം. പിന്നെ അങ്ങോട്ടേക്ക് മഴയും മഞ്ഞൊക്കെയാണെന്നാണ് പറഞ്ഞത് കേട്ടെ. എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. എന്തായാലും പതുക്കെ പോവാം. നമുക്ക് നേരം വെളുക്കണവരെയും സമയമുണ്ട്. ആടിപ്പാടി പതുക്കെ അങ്ങ് പോവാം. ഓക്കെ. അമലിൻ്റെ വണ്ടിയുടെ വയറിംഗ് ഒക്കെ കുറേ ഷോർട്ട് ആവുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് വയറിംഗ് എല്ലാം മാറാൻ വേണ്ടി അമല തൊടുപുഴയിലാണ് വണ്ടി ഇട്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് അമലിനെയും വിളിച്ചുകൊണ്ട് ഞാൻ വഴിക്ക് പോകണം. ബൊലേറോ ആയിട്ട് അമ്മ എന്നെ കാത്തു ഇപ്പുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ കാണാനില്ല. എവിടെയെങ്കിലും ഒളിച്ച് ഇപ്പുണ്ടാവും കേട്ടോ. കട്ടക്കലിപ്പിലാണ്. നമ്മളിപ്പോൾ അങ്ങനെ മൂലമറ്റത്ത് എത്തി കേട്ടോ. മൂലമറ്റത്ത് അമ്മലിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ 5 പേരുള്ളത് കൊണ്ട് തന്നെ ബൊലേറോയുടെ പുറകിലിരിക്കണം ഒരാൾക്ക്. അപ്പോൾ അതുകൊണ്ട് അമലിൻ്റെ വണ്ടിയുടെ പുറകിൽ സീറ്റില്ല. സീറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി അമൽ വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ആ വർക്ക്ഷോപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചല്ലോ. അവിടെ ചെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത വഴിക്ക് പോകണം. അങ്ങനെ കഷ്ടപ്പെട്ട് ബാക്കിലത്തെ സീറ്റ് കയറ്റി ഫിറ്റ് ചെയ്യുവാണ്. നല്ല അധ്വാനം കേട്ടോ. രാത്രി ആ വർക്ക്ഷോപ്പിൽ ചേട്ടനെയും വിളിച്ചെണീപ്പിച്ച് സീറ്റൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ ചേട്ടനും ഇവിടുന്ന് പുള്ളി വീട്ടിലേക്ക് പോവാണ്. ഈ സൈസ് വണ്ടിയും പണിക്കാരും ഉണ്ടെങ്കിൽ പിന്നെ ടാറ്റ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും കൊള്ളാം. ഇതൊരു ഫുൾ ഓണാണ്. ഏത് സമയത്തും നല്ല ചങ്കുകളാണ് ഇത്. ഏത് പുള്ളി ആ വീട്ടിൽ ഫുഡ് കഴിക്കാൻ പോയവരാത്. പിള്ളേരുടെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് കടയിൽ ഫുഡ് അമല് വന്നിട്ട് എനിക്ക് സീറ്റ് ഒന്ന് പിടിപ്പിച്ച അനീഷേട്ടാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി മതിയാലേ. ബൈക്ക് ചെയ്യുന്നവരാന്നേ. കൊള്ളാം. പിള്ളേരെ ഓൺലൈൻ ക്ലാസ്സും കഴിഞ്ഞ് വീട്ടിൽ പോയി ചോറും ഉണ്ട് വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങാൻ പോയവരാ. സീറ്റ് ഒന്ന് പിടിപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ ഓടി പിടിച്ച് അവർ വന്നു കേട്ടോ. അതാവണമല്ലോ, അങ്ങനെ ആവണമല്ലോ, എന്നാലല്ലേ കാര്യമുള്ളൂ. അത് നമുക്ക് എന്നായാലും പോവാണ്. ഇടുക്കി കാട്ടിക്കൂടെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ആനയെ കാണും എന്നുള്ള പ്രതീക്ഷയിലാണ്. രാത്രിയാണ്, വേറെ വെളിച്ചങ്ങളൊന്നും ഇല്ല. എന്നാലും ഒരു പച്ചപ്പും ആ കാടിന്റെ ഒരു ഇരുളിമേ. അതെ, നമ്മുടെ ബാർലൈറ്റ്, നമ്മുടെ ആ LED വെച്ചേക്കുന്നതോടെ ഇത്ര ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് അത് കാണാൻ പറ്റണേ. നമ്മളിപ്പോ LED ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര കിട്ടത്തില്ല. ഇതുകൊണ്ട് LED, സോറി ഗൈസ്, ഒരു നിമിഷം എല്ലാം ഓഫ് ആയി പോയി. സാധാ മാറ്റി വിളിച്ച് ബൾബിട്ടപ്പോൾ ഇതുപോലെ കാണാനുള്ളൂ. നമ്മുടെ LED കൂടെ ഇടുമ്പോണ്ടല്ലോ, അതൊക്കെ എല്ലാം വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ ഗുണം മനസ്സിലായില്ലേ. അതില്ലാത്ത കണ്ടീഷൻ ഇത്. അപ്പൊ നമുക്ക് സൈഡൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സൈഡൊക്കെ നല്ല വിശദമായിട്ട് കാണാം. നല്ല മഞ്ഞും മഴയും കേട്ടോ. ഞങ്ങള് കട്ടപ്പന പുളിയമ്പല കഴിഞ്ഞ് നെടുങ്കണ്ടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അല്ല, ഇപ്പൊ സമയം എന്നാന്ന് വെച്ച് കഴിഞ്ഞാ എത്ര മണിയാടാ? 12 മണി. കറക്റ്റ് രാത്രി 12 മണിയായിട്ടോ. അപ്പൊ രാത്രി കിടന്ന് ഉറങ്ങിയ സ്ഥലം കേട്ടോ. ഇത് നെടുങ്കണ്ടത്ത് ഒരു പമ്പിന്റെ സൈഡിൽ ഒരു ബിൽഡിങ് പണിയണതിന്റെ അവിടെ. യാസീൻ, ജിൻഷ, ഞാനും യാസീനും വണ്ടിക്ക് അത് തണുത്ത് വരത്താലോ പറഞ്ഞേ.
കാലൊക്കെ മരച്ചിരിക്കും കേട്ടോ. നിയാദികനെ പറ്റിച്ചു. ഇത് കണ്ടോ ഞാനിവിടെ തണുത്ത് പറിച്ചു നടന്നിട്ട് പുള്ളി ഒറ്റയ്ക്ക് മറ്റേ പാൻറ് പോലത്തെ സാധനം കയറ്റിയിട്ട് എന്നതാ സ്ലീപ്പിംഗ് ബാഗ് ഇട്ട് തന്നെ ഉറങ്ങി. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ 2-3 മണിയായപ്പോഴോ 4 മണിയായപ്പോഴോ ഞാൻ മാത്രമായിട്ട് തണുത്ത് പറിച്ചോളൂ. നീ അധികം തണുത്ത് പറിച്ചില്ല. ഞാൻ തണുത്ത് പറിച്ച് ഒരു രക്ഷയില്ലാണ്ട് മുണ്ടൊക്കെ പറിച്ച ഞാൻ പറിച്ചത് രാത്രി. മരം 3 നല്ല സുഖമായിട്ട് ഇതിൻ്റെ അകത്ത് നല്ല കൂർക്കമ്പലിച്ച്. ജിൻഷ കാരണം ഷാക്കൂട്ടിനും ഉറങ്ങിയിട്ടില്ല, അമലും ഉറങ്ങിയിട്ടില്ല എന്നാണ് അവരുടെ പരാതി. അവൻ പറഞ്ഞു ഇവന്റെ കൂർക്കമ്പലി കാരണം ഉറങ്ങിയില്ലാന്ന്, നീ പറഞ്ഞു ഇവന്റെ കാല് കാരണം ഉറങ്ങിയില്ലാന്ന്. ഇമാരുന്ന് തല്ലി തമ്മി തീരുമാനിക്കണം രണ്ടിൽ ഏതാന്നുള്ളത്. എന്നാലും നിങ്ങളുടെ വണ്ടിയിൽ നല്ല കൂർക്കമ്പലി ഞങ്ങൾക്ക് കേൾക്കായിരുന്നു, ഗ്ലാസും പൊക്കി ഇട്ടിട്ടു. എന്തായാലും രാവിലെ നല്ല തണുപ്പുള്ള സമയമാണ്. മഴയില്ലാന്ന് തോന്നുന്നു. മഴയില്ലെങ്കിൽ രക്ഷപ്പെട്ടു, പക്ഷെ മഴക്കാറ് പോലെ ഉണ്ട്. ഡ്രില്ലുള്ളൂ. ഇത് അങ്ങനത്തെ മണ്ണല്ല, ഇവിടെ വേറെ മണ്ണാ. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ബാക്കി ഇനി എണീറ്റ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് ആകാം. ഞങ്ങൾ രാവിലെ ഡീസൽ അടിക്കാൻ വേണ്ടി പമ്പിൽ കയറിയതാട്ടോ. പിന്നെ രാവിലെ പമ്പിൽ ഡീസൽ അടിക്കാൻ കയറുന്നതിന് വേറെ ചില ഉദ്ദേശങ്ങളുണ്ട്. അത് ചിലർക്കെങ്കിലും മനസ്സിലാകുമെന്നുള്ള കാര്യം മനസ്സിലായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും കൊള്ളാം. ഇത് അമലിൻ്റെ വണ്ടി അപ്പുറ സൈഡിൽ ഒതുക്കിയിട്ടുണ്ട്. അവൻ്റെ വണ്ടി എന്തെല്ലാം വന്നപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചോണ്ടാ വന്നേ. 200 രൂപയ്ക്കെങ്കിലും അടിക്കുന്നതിലോ ഒന്നും പറഞ്ഞ് സൈഡിൽ കൊണ്ട് ഇട്ടേക്കനാട്ടേ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ പമ്പിൽ കയറി ഡീസൽ അടിച്ചു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ രാവിലെ തന്നെ ചായ വെച്ച് കുടിക്കാനുള്ള ചെറിയൊരു പ്ലാനിങ്. ചെറിയൊരു കട്ടൻ ചായ, മാഗി നൂഡിൽസ്, പിന്നെ ബ്രെഡും ജാമും. ബ്രെഡും ജാമും തൂക്കാം. അതിനാ ബ്രെഡും ജാമും രാവിലെ തൂത്താൻ കുഴപ്പം? അതിനാ കുഴപ്പം? ആ ബ്രെഡ് ഓർണം കരുതി. അല്ല നീ കടിഞ്ചായം വെച്ചോ, മാഗി നൂഡിൽസും വെച്ചോ, ഇതൊക്കെ തിന്നാലോ. അതെ, ഇന്ന് ഇനി വൈകുന്നേരം ഉള്ള സാരല്ലോ. അങ്ങനെ കട്ടൻ ചായ വെച്ചോണ്ടിരിക്കും കേട്ടോ. ഡയറക്റ്റ് മരുന്നടിച്ചതാ. ഒന്ന് കഴുകിട്ടിട്ടാ മതിയായിരുന്നു. അപ്പൊ ആരെ റോണിയുടെയാ? അല്ല മറ്റവന്റെ കേട്ടിട്ടുണ്ട്. ബാസി എന്നെ ചവിട്ടിയടാ, നിന്നെ കുറ്റം പറഞ്ഞോളാ. എന്റെ തോട്ടത്തിൽ മരുന്നടിക്കണമെന്ന് പറഞ്ഞോളാം. തോട്ടത്തില് മൊത്തം എൻഡോസൾഫാനാന്നാ പറഞ്ഞേക്കണേ. മരുന്നടിച്ചു അവന്റെ അവിടുന്ന് കൊണ്ടുവന്ന സാധനം. നീ ഒന്നും പറയണ്ട, നീ അവിടുന്ന് മരുന്നടിച്ചിട്ട് കൊണ്ടുവന്നാ കഴുകിയിട്ട് ഇട്ടില്ലല്ലോ എന്ന് നീ അല്ലേ ഇപ്പൊ പറഞ്ഞേ? അയ്യോ എന്ത് കള്ളനാണ് നീ. ദേ ഇവര് കണ്ടോണ്ടിരിക്കണതാ, നമ്മള് പറഞ്ഞല്ല. കേട്ടോണ്ട് കണ്ടോണ്ട് നിക്കണതാ. യാസിക്കിപ്പോ വന്നു കള്ളനായി കേട്ടോടാ. പോയി എന്നാലോ യാസികയുടെ ഡ്രസ് മാറുവാട്ടോ. ഇവിടെ വെച്ച് മാറാൻ പോവാട്ടോ. ചവിട്ടടായോ എല്ലാവരും. നമ്മളെ ആളായിക്കൊണ്ട് പല്ല് വെക്കാൻ വേണ്ടിയിട്ട് ബ്രഷും ടങ് ക്ലീനറും എടുത്തു. പക്ഷെ ടങ് ക്ലീനർ മാത്രം എടുത്ത് ബാഗിൽ വെച്ചോളൂ. ചമ്മി പോയി. ഇതെന്നാണ് എത്ര ജാമ? നീ മിസ്റ്റർ ബീൻ ഓടിക്കുക? അല്ല ഞാനിങ്ങനെ ഞാൻ ഇത് മൊത്തമായിട്ട് എടുത്തോട്ടെ. എടുക്കുക. എന്നെ ചവിട്ടി എല്ലാവർക്കും നമ്മള് ബ്രെഡ് കൂത്തു കൊടുത്തു. എനിക്ക് മാത്രം ബ്രെഡ് കൂത്തു തന്നില്ല. എന്നെ ചവിട്ടാന്ന് കണ്ടില്ലേ, നമ്മള് ചവിട്ടി തേച്ച്. നിയാസിക്ക് ഡ്രസ്സ് മാറി റോട്ടി വെച്ച് അപ്പോൾ നമ്മൾ രാവിലെ വണ്ടി പമ്പിൽ നിന്ന് എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ പോണത് ജോസഫ് ഒരു വഴി പറഞ്ഞിട്ടുണ്ട്. പുള്ളി ലൊക്കേഷൻ ഇട്ട് വന്നു. അപ്പോൾ ആ ലൊക്കേഷനിലേക്ക് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുന്ന് റൈറ്റ് അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ പുള്ളി അവിടെ പള്ളിയിലേക്ക് കഴിഞ്ഞ് ഇറങ്ങി നിൽക്കാമെന്നാണ് പറഞ്ഞേക്കണേ. ഇത് നമ്മുടെ ഇങ്ങോട്ട് തൂക്കുവാലം പോണ റൂട്ടാലോ. ഇവിടെ വർക്ക്ഷോപ്പിൽ വന്ന് അപ്പോൾ അങ്ങോട്ട് പോവാം. എന്തായാലും നല്ല തണുത്ത കാലാവസ്ഥ കേട്ടോ. കാരണം അതേ മഴക്കാറൊക്കെ മൂടി നിൽപ്പുണ്ട്. പക്ഷെ അത് ഇങ്ങോട്ട് പെയ്യുമോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ പല മലയും കയറാൻ നമുക്ക് പറ്റത്തില്ല കേട്ടോ.
അങ്ങനെയാണ് അറിഞ്ഞത്. രാത്രി മഴ പെയ്തായിരുന്നു. നല്ല തണുത്ത കാലാവസ്ഥ രാവിലെ തന്നെ. ഓ, തണുത്ത് വിറച്ചാട്ടോ ഇരിക്കണേ. ജീപ്പായതുകൊണ്ട് തന്നെ ഏതൊക്കെ ഓട്ടയിൽ കൂടെ കാറ്റ് കയറണേന്നോ തണുപ്പ് കയറണമെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളങ്ങനെ ജോസഫ് വിളിച്ചിട്ട് ആ വഴിക്ക് വന്നാട്ടോ. അപ്പോൾ ഇവിടെ ആകണ്ടോ ലൊക്കേഷൻ തന്നേക്കണേ. ആ, ഇവിടെ ഒരു അവിടെ ഇറങ്ങി പോണോ അറിയത്തില്ല, വിളിച്ചു നോക്കാം. ഹൈ റേഞ്ചിന്റെ പച്ചപ്പിലൂടെ ഞങ്ങൾ പതുക്കെ അങ്ങനെ നീങ്ങുകയാണ്. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ കണ്ടു കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഒരു പള്ളിയും വെള്ളച്ചാട്ടവും എല്ലാം കൂടെ ഒന്നിച്ച് വന്നേക്കണ സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ചുമ്മാ വന്നേട്ടോ. എന്താണ് ഇത് പള്ളിയാണ്, പക്ഷേ ഇത് ഇവിടെ വെള്ളച്ചാട്ടമുണ്ട്. തണുക്കണൂലോ, നല്ല പൊളി വൈബാട്ടോ. അപ്പൊ ജോസഫ് എത്തി. ഹായ്. പിന്നെ ഞങ്ങളെ പോസ്റ്റ് പിടിപ്പിച്ച് നിർത്തിയിട്ട് വന്നേക്കണ വ്യക്തിയാട്ടോ. അച്ഛനെ പിടിച്ച് കയറ്റത്തിലായിരുന്നോ? ഇതന്നെ ഒരു ഓറഞ്ച് കളർ ചെറിയൊരു DRL സെറ്റ് ചെയ്താ. തെളിയോ അത്? തെളിഞ്ഞിരിക്കണോ? ആണോ? കൊള്ളാം. എങ്ങോട്ടാ പോണേ? പള്ളി കഴിഞ്ഞിട്ടില്ല, ഒരു 15 മിനിറ്റോടെ. വണ്ടിയല്ലേ? 2000. അതിനൊരു 92 ഉണ്ടായിരുന്നു. അതൊരു 4 വർഷത്തോളം ഉപയോഗിച്ചു. നിങ്ങൾക്ക് ഇതൊക്കെ പുലിയാലോ. നമ്മുടെ വണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ വഴിക്ക് ഭയങ്കര പാടാ. വീട്ടിലോട്ടുള്ള നമ്മുടെ വീട് പണിക്ക് ഫുള്ള് സാധനം അടിച്ചതില്ല. വണ്ടിയല്ല. ഈ വഴിക്ക് കയറി പോകുമ്പോൾ ഒരു അടിപൊളി ഓഫ് റോഡ് ഉണ്ടെന്നാ പറഞ്ഞേ. ഓഫ് റോഡ് ഒന്നും കിട്ടിയില്ല. ഇന്നത്തെ വീഡിയോ മോശമാണെങ്കിൽ ഈ വ്യക്തിനെയൊക്കെ പറഞ്ഞേക്കും. പുള്ളിയുടെ വീട്ടിലേക്ക് പോണ വഴിയെ കൂടെയാണ്. അല്ല, കേറാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ല. അതെ, കേറാൻ പറ്റിയില്ലെങ്കിൽ സങ്കടമൊന്നുമില്ല. പക്ഷെ കേറാൻ പറ്റാണ്ടിരിക്കണം, അതിലേ നമുക്ക് കാര്യമുള്ളൂ. നിനക്ക് സങ്കടം ഉണ്ടല്ലേ? അമ്മല് പുറകിലിരുന്നോട്ടെ എനിക്ക് സങ്കടം ഉണ്ടെന്ന് കേറാൻ പറ്റിയില്ല. ഞങ്ങള് ഇവിടുത്തെ ആൾക്കാർ പൊതുവെ ടർബോ ഒക്കെ ഉപയോഗിച്ചിട്ട് DIA തന്നെ ഉള്ളവരാണ്. നമ്മളും അങ്ങനെ തന്നെയാ. സോറി, ഇന്ന് എഴുത് പറയുന്നത് ആ റോഡിൽ ഒരു വണ്ടിയും കയറില്ല. അമലിന്റെ വണ്ടി കയറിയപ്പോൾ ഒരു വണ്ടിയും കയറില്ല ഒരു റൂട്ടിലും. ഏറ്റവും പുറകില് നമ്മളങ്ങനെ പുള്ളിയുടെ പുറകെ പോവാട്ടോ. അപ്പൊ അവരുടെ വീട്ടിൽ ചെന്നിട്ട് പോവാന്നാ പറഞ്ഞേ. ഫുള്ള് കോട ഇറങ്ങിയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ. വണ്ടിയിൽ സ്ഥലം ഉണ്ടായിട്ട് പുറകിൽ തൂങ്ങി പോയ ചേട്ടൻ, അത് വേറെ ലെവല്. ഫുള്ള് മഴക്കാറും കോട ഇറങ്ങിയേക്കണേൻ്റെ ആയിരിക്കും. ഫുള്ള് കോട ഇറങ്ങിയേക്കോട്ടോ. ചുമ്മാ നല്ല രസം. മഞ്ഞിങ്ങനെ വന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കും കേട്ടോ. രാവിലെ ഇപ്പോൾ സമയം 9 മണിയായി. നമ്മുടെ ഇവിടെയൊക്കെ രാവിലെ ഒരു 6 മണി ആ ഒരു സെറ്റപ്പേ ഉള്ളൂ. പക്ഷെ ഫുള്ള് കോട ഇറങ്ങി ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുക. അടിപൊളി. ഓഫ് റോഡ് രാവിലെ തുടങ്ങിയെന്ന് തോന്നുന്നു. ഇനി ഇറങ്ങി പോകുള്ളൂ. അതുപോലത്തെ മണ്ണാട്ടോ. ബ്രേക്ക് പിടിച്ചാൽ തല്ലിയടിച്ച് വീഴും കേട്ടോ. അത് കൂട്ടൊരു മണ്ണാണ്. കുഴന്ന് ഇറങ്ങണ കൂട്ട് മണ്ണ്. ഇത് കുഴപ്പമില്ലാത്ത മണ്ണാലോ, മണൽ പോലത്തെ മണ്ണ. ഇതിപ്പോൾ പുള്ളിയുടെ വീട്ടിലേക്ക് പോണ വഴിയാട്ടോ. ഇവര് ഡെയിലി ഓഫ് റോഡ് വിളിച്ചാൽ വീട്ടിൽ കയറണേ. വേറെ വഴിയുണ്ട്. ഈയിടെ അവിടെ ടാർ ചെയ്തു എന്നാ പറഞ്ഞത്. നമ്മളാ ഫസ്റ്റ് കാണിച്ച വഴി. അതെ, പച്ചയല്ലേ? ആ, അവർക്ക് ഇല കിട്ടും. നല്ല കോടയാട്ടോ ബാക്കില്. പക്ക ഓഫ് റോഡാട്ടോ. അവന് വായിക്കുന്നുണ്ട്. ചെളി കുഴി കിടക്കണം. കുഴഞ്ഞ് വണ്ടി തെന്നി വലിച്ചൊക്കെ മാറിയാണ് വണ്ടി പോണത്.
രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തോണ്ടാട്ടോ വണ്ടിയിലിരുന്ന് പിടിച്ചത്. നമുക്ക് ഇനി പോകുന്നവരും ഇത് വീട്ടിലേക്ക് പോണ ഓഫ് റോഡ് അല്ലാട്ടോ, ഇതാ പുള്ളിയുടെ വീട്ടിലേക്ക് കയറി പോണ വഴിയാ. അല്ല ഇവരുടെയൊക്കെ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓഫ് റോഡ് ആയിരിക്കും. നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണ വഴി കയറി പോകൂല എന്ന് പുള്ളി ഷുവറായിട്ട് പറയുന്നുണ്ട്. കയറി പോകുന്ന സംശയമാണ് പറയണത്. അത് ഇവിടെ ഉള്ളവര് അപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ആ ടൈപ്പ് വഴിയാ വേണ്ടത്. അവിടെ ഒരു വലിയ കുഴിയാണ്. ആ വണ്ടി പോണോണ്ടോ? ഒരു വീട്ടിലേക്ക് പോണത് ഒരു ദിവസം വീഡിയോക്കുള്ള വകുപ്പുണ്ടോ വേറെ ലെവല്. അപ്പൊ ഇവര് കേറില്ല എന്ന് പറഞ്ഞേക്ക് അവർക്ക് നമ്മുടെ വണ്ടി കേറൂല. ക്യാമറയൊന്നും പുറത്തേക്കൂടെ പിടിക്കാൻ പോലും പറ്റുള്ളൂ. മൊത്തം ഇലകളും ഏലത്തോട്ടങ്ങൾ കാരണം. അല്ലല്ല എനിക്ക് തണുക്കൂല. അമലൊക്കെ എത്തിയോ? ഈ കാണാട്ടോ അവരുടെ വീട്. പട്ടി അവരുടെ വീട് കേട്ടോ. നിങ്ങളുടെ പട്ടിയാണോ? നമ്മുടെ പട്ടി തന്നെ. 13 വർഷമായിട്ടുള്ള. എത്ര? 13 വയസ്സുള്ള ഇവരുടെ കൂടെ ചെറുപ്പം തൊട്ടുള്ളാന്ന് പറഞ്ഞേ. നമ്മുടെ ജോസഫിന്റെ അച്ഛനാട്ടോ. ചേട്ടൻ്റെ പേരാ? ജെയിംസ്. അവരുടെ വീട്ടിലേക്ക് വന്നതിന്റെ ചെളിക്കുടിയുടെ ഒക്കെ ആട്ടോ ഈ കാണണേ. നമ്മുടെ അമലിൻ്റെ വണ്ടിയൊക്കെ കട്ട ചെളിയായി. മൊത്തം അത് ചീറ്റിച്ച് ഫ്രണ്ടൊക്കെ മൊത്തം മങ്ങിട്ടോ. ഇതുണ്ടോ? ഇവിടെ ഇവർക്ക് മെയിനായിട്ട് ഏലം കൃഷിയാട്ടോ. ഏലക്കാട്ടി കയറിയാലും തെന്നി വെച്ച് വീടാ യാസിനെ. ഒരു മയവും കാണില്ല വീടിനതിനെ. തെന്നി കിടക്കോട്ടോ. ഒട്ടും കട്ടിയില്ല. ഇത് മഴയായിട്ടുണ്ടോ? കമ്പിമുള്ള താഴെയുള്ള ചെരുപ്പാണ്. അതെ, ഏലക്ക. ഇത് കുറേ പൂവിട്ടിട്ടുണ്ട്, കുറേ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം മൂത്ത് വരുമ്പോൾ പറിക്കും. മണക്കാൻ പറഞ്ഞത് മൂക്കടഞ്ഞിരിക്കും എന്നോട് മണക്കാൻ. മണല്ല, ഞെക്കിട്ട് നോക്കി. പോയി 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 പോയി. ആണോ കാണിച്ച്? ഒന്ന് പറിച്ചായിരിക്കും അല്ലേ? അതാ അവിടെ ഇവിടെ പറിക്കണ സമയമാണ് ഇത്. 45 ദിവസം 50 ദിവസമൊക്കെ ഈ കായ് ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ കളർ മാറല്ലേ? അന്നേരം നമ്മൾ പറിച്ച് ഉണക്കുവാണ്. അതിന് അട്ടി ഉണ്ടാവൂലോ. അത് ഇത് വീട്ടിൽ നിന്ന് അത് ഉണക്കി കിട്ടുന്ന സ്റ്റോറല്ലേ? വെള്ളത്ത് പോകും.
പൈസ കിട്ടത്തില്ല. ഇതുകൊണ്ട് ഇതുപോലെ ആവും. ഈ കിടക്കുന്നത് ആ തൊണ്ട് പോലെ മറ്റേ ശരിക്കും ഉണങ്ങി വരും തന്നെ പച്ചപ്പിൽ തന്നെ ഉണങ്ങി വരും. ആ ഒരേ ടെമ്പറേച്ചറില്ലാതെ ടെമ്പറേച്ചർ മാറി മാറി കൊടുക്കണം. നമുക്കിത് എന്തോരം ഉണ്ട് ഏലം ഏലം ഇത് 1.5 ഏക്കർ ആണ് ഇവിടെ. അതല്ലേ അത് മേളിലേക്ക് സ്ഥലമുണ്ട്. അത് പുല്ലുമാടായിട്ട് കിടക്കുകയാണ്. മൊത്തം പറിച്ചാണോ ഒരു ട്രിപ്പ്? ഈ ഇപ്പം എടുത്തിട്ട് 3 ദിവസമായതേ ഉള്ളൂ. ഇതിപ്പോ എന്തോരം 45 ദിവസം കഴിയണം. ഇതിപ്പോ എന്തോരം കിട്ടും? ഇപ്പൊ പറിച്ചത് എന്തോരം ഉണ്ടായിരുന്നു? എത്ര കിലോ കിട്ടി? ഇത് 100 കിലോയ്ക്ക് പച്ചക്ക 100 കിലോയ്ക്ക്. ഈ പ്രാവശ്യം കുറവായിരുന്നു ഞങ്ങൾക്ക്. ഇതിന് മൂന്നിലൊന്നല്ലേ കിട്ടുള്ളൂ? ഇല്ല, 3-ലൊന്നും കിട്ടിയില്ല. 6-1 5-1 ഒക്കെ വരും. അത്രേ ഉള്ളൂ അല്ലേ? ഏറ്റവും നല്ല കായ. അപ്പം നമ്മൾ 100 കിലോ ഉണ്ടായപ്പോൾ എത്ര കിട്ടി? 10 കിലോ കിട്ടു, 20 കിലോ കിട്ടു. ഞാൻ എടുക്കാൻ പോലും പോയില്ല, സ്റ്റോറി കിടക്കുക. എപ്പോഴേലും പോയി എടുക്കുന്നു. ചേട്ടൻ ഞങ്ങളെ മേലിലൊരു സ്ഥലമൊക്കെ കാണിച്ചിരാന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോണേ കേട്ടോ. ഏയ് നമുക്കിവിടെ സ്വന്തക്കാരുണ്ട്. അന്യാർത്തോളും ഇല്ലേ, അവിടെയുണ്ട്. പിന്നെ മറ്റേ രാമക്കൽമേട് അവിടെയുണ്ട്. ആ ഞാൻ വന്നില്ല. പോയി ശരിയാലോ നടക്കണേൻ്റെ തിരിച്ചു പോകുമ്പോഴാണ് പാട്. ഏലുള്ളടുത്ത് നല്ല തണുപ്പായിരിക്കൂലേ? ഏലുള്ളടുത്തേ നല്ല തണുപ്പായിരിക്കൂലേന്ന്. തണുപ്പ് വേണം. ഇത് നല്ല വലിയ കായാലോ. ആദ്യത്തെ ശക്തിയുടെ കായല്ലേ ആ, ഇത് ആദ്യം ഉണ്ടായി വരുമ്പോൾ ഇങ്ങനെ. ഇതിപ്പോൾ ലാസ്റ്റ് ഇതിപ്പോൾ 4-ാം ട്രിപ്പ് 5-ാം ട്രിപ്പ്. അത് ഇതുണ്ടായിട്ടല്ലേ? ഇത് 5-ാം ട്രിപ്പ് നിൽക്കുന്ന കായ അത്. ഓ, ഇതിപ്പോൾ അടുത്ത് വരുമ്പോൾ നമ്മൾ ഈ 2 കായ എടുക്കും. ഈ 2 കായ എടുക്കുള്ളൂ അടുത്ത പ്രാവശ്യം. പിന്നെ ഇതൊരു 90 ദിവസം വേണം ഒരു കാ മൂക്കണമല്ലോ. ഓ, 90 ദിവസം പിടിക്കൂല ഒരു കാ മൂക്കാൻ. ഒരു കാ മൂക്കാൻ. പക്ഷേ എന്നാൽ ഈ അടിയിലുണ്ടായ കായ് പറിക്കും. അല്ല, ഒന്നിച്ച് പറിക്കത്തില്ല. ഇതിപ്പോൾ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ പറിച്ച് വന്നേക്കണേ അല്ലേ? അതെ, അതങ്ങനെ സെക്ഷൻ ഒറ്റയടിക്ക് പറിക്കത്തില്ല. ഒറ്റയടിക്ക് പറിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ പൂ ഇട്ടിക്കടെ പുതിയത് ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ? ഇതിപ്പോൾ അടുത്ത് വീണ്ടും ഒരു 3 മാസം കഴിയുമ്പോൾ എടുക്കാം ആ പൂ വന്നേക്കണത്. ഈ അപ്പം വെയിലാക്കി പോയി. വെയിലുണ്ടെങ്കിൽ കിട്ടൂല. ഓ, വെയിലുണ്ടായി കിട്ടിയതൊന്നുമല്ല, ഈ പൂ പിടിക്കുക. പൂ ഒറ്റെണ്ണം പിടിക്കില്ല വെയിലാണെങ്കിൽ. നമ്മുടെ കാർമേഘം കണ്ട മാവിന്റെ പൂജാടി പോണല്ലേ എന്ന് പറഞ്ഞാൽ വെട്ട കയറി അവിടെ നിന്ന് വേണം നിങ്ങൾക്ക് സൂര്യ എടുക്കാം. അങ്ങോട്ട് കയറിയാൽ ഒത്തിരി പോകണ്ടോ? ഞാൻ തന്നെ പോകാം. പച്ചക്കായ നമുക്ക് നഷ്ടം വരുന്നത് ഇങ്ങനെയൊക്കെ. പച്ചക്കായ ഇത് വെറും പിച്ചുകായ. ഇത് കിളി ഇങ്ങനെ കൊത്തിപ്പറിക്കും. ഇതിൻ്റെ അകത്തുനിന്ന് എടുത്ത് അരി എടുക്കും. ഇല്ല മറിഞ്ഞാടുവോ? ഇതേ പോയി. പതുക്കെ പോട്ടെ, ഞാനും വീഴും. ഞാൻ ഗ്രിപ്പില്ലാത്ത ചെരുപ്പുണ്ടല്ലോ. നിങ്ങൾക്ക് ഗ്രിപ്പില്ലാത്ത ചെരുപ്പും കട്ടയില്ലാത്ത ടയറും ഇട്ട് ഓടിച്ച് ശീലിച്ച ആൾക്കാരില്ലേ? നമ്മുടെ വണ്ടിയുടെ ടയർ കണ്ടോ? അതാ ഞാൻ പറഞ്ഞേ. അതൊക്കെ വണ്ടിയുടെ ടയറിന് വെച്ച് കാലിലെ ചെരുപ്പിന്റെ കട്ടയ്ക്കോ അല്ലല്ലോ കാര്യം. എക്സ്പീരിയൻസിലാണ് കാര്യം ഇരിക്കണേ. പിന്നെ ഒരു ധൈര്യവും. അത് ഞാൻ കണ്ടു. അതാ ഞാൻ പറഞ്ഞേ. നമ്മുടെ അതിനേക്കാളും കട്ടയുള്ള ടയർ ഇട്ടിട്ട് പല സ്ഥലത്തും കയറാണ്ട് വന്നിട്ടാണ് വലിയ ടയർ മേടിച്ചിട്ടേ. ഓ, ജസ്റ്റ് മിസ്. ഏത്തപ്പഴം പുഴുങ്ങിനാ പോലും. ഇവിടെ ഞങ്ങള് ഒരു പമ്പിന്റെ സൈഡില്, നെടുങ്ങാണ്ട് എത്രതിന് മുമ്പ് ഒരു പമ്പില്, റൈറ്റ് സൈഡിലാ പുതിയ പമ്പ്. ഞാൻ അങ്ങോട്ട് പോയില്ല, അവിടെ പോയില്ല. നമ്മളപ്പോ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. നമ്മളിപ്പോ പോകാൻ പോണ മലയുടെ പേരാണ് കേട്ടോ നാലുമല. നാലുമല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകണേ കേട്ടോ. നമ്മളിവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ്. എന്നാ പോയിട്ട് വരാം. അമ്മച്ചി
രണ്ടുപേരും നമ്മുടെ കൂടെ ഉണ്ട് വണ്ടിയിൽ. പേര് ജിൽസൺ. എന്താ പരിപാടി? ഹോട്ടൽ. തൊണ്ണൂറ്റൊമ്പത് വണ്ടിയാ. അതെടുത്ത് ഫുള്ള് നെറ്റ് ബോൾട്ട് വരെ മാറി. ടെസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഓസ് പൊക്കി പിടിക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ. അവരുടെ കുടിവെള്ളത്തിൻ്റെ ഓസാണ്. പോട്ടെ 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 പോട്ടെ. അതിനകത്താ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. അവലിവിടെ മൊത്തം കുളമാക്കും കേട്ടോ. പോട്ടെ പോട്ടറാ. നിൽക്കട്ടോ നിൽക്കോ. അതെയോ? കേറിയാ പായുന്നു. ഭയങ്കര പാടാ, ചള്ളു വഴിയാന്നാട്ടോ ആ ചേച്ചി പറഞ്ഞത്. നമുക്ക് എന്നാലും പോയി നോക്കാം. നടന്നില്ലെങ്കിൽ നമുക്ക് അടുത്തടുത്തേക്ക് പോവാം. അപ്പോൾ ഇന്ന് കറങ്ങും കേട്ടോ ചെളിയിൽ. ചെളി അവന് ചെളി പറക്കിയെടുക്കും കേട്ടോ. കണ്ടം മൂട്ടറ പോലെ അവന്. എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് വന്നതാട്ടോ ഈ വഴിക്ക്. ഈ വഴിക്ക് വണ്ടി പോകാത്ത വഴിയാണ്. അപ്പോൾ വഴിയില്ലാത്ത വഴിക്ക് ഉണ്ടാക്കി പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരായിട്ട് സെലക്ട് ചെയ്ത് തന്ന വഴിയാട്ടോ. ഇതിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അറിയാം മൊത്തം തെന്നുമാണ്. ഒരു ചെളിമണ്ണായത്. അതുകൊണ്ട് ചുമ്മാ കിടന്ന് തെന്നിക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് കയറണ്ട. കല്ലിൻ്റെ വിളി കൂടെ ഇരിക്കണമെന്ന് വെച്ചാൽ ഫുള്ള് പോയി കിടക്കുക. ചെളി കുഴിയാട്ടോ. അപ്പോൾ തെന്നി അടിച്ച വണ്ടി സൈഡ് വലിച്ചാട്ടോ കയറി പോണേ. കാണുമ്പോൾ നിസ്സാരമായിരിക്കും, പക്ഷേ വഴി കണ്ടോ കണ്ടം മൂട്ടിയ പോലെ വണ്ടിയുടെയൊക്കെ കോലം. നമുക്കിത് അങ്ങോട്ട് തിരിഞ്ഞാട്ടോ കയറണ്ടേ. വണ്ടി കിടക്കണേ ഇത് കണ്ടോ, കുഴിയിലേക്ക് ചാടിയാട്ടോ കിടക്കണേ. ഇത് കണ്ടോ, ഇത് കുഴിയാണോ? ഇത് കണ്ടോ വഴിയുടെ കിടപ്പ് പോയിക്കോട്ടോ. ഇതുണ്ടോ കല്ലും കൂട്ടങ്ങളാണ് മൊത്തം. പക്ക ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ പക്ക ഓഫ് റോഡ്. വണ്ടി അവിടെ കിടന്ന് കറങ്ങിയാട്ടോ കയറുവനെ. കറങ്ങും കേട്ടോ. വണ്ടി കയറൂലോട്ടോ, കറങ്ങിയാ കയറുവനെ. ടയറൊക്കെ തീർന്നിട്ടോ. ഒരു കാര്യം ചെയ്തേക്കാം, ഈ സൈഡ് പിടിച്ച് കയറിയാൽ മതി. ഉണ്ടോ വണ്ടി നിൽക്കണം നിൽപ്പുണ്ടോ ചെരിഞ്ഞ് ഉണ്ടോ വീലൊക്കെ കിടന്ന് കറങ്ങും കേട്ടോ. ബായിക്കാ പിടിക്കാതെ. ചെളി തെറിക്കും.
ഇനി ഇവിടെ ഒന്ന് ഇരുന്ന് കൊടുത്തായി ഈ വീല ഇപ്പോൾ സ്ലിപ്പാവണേ. പോട്ടെ 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 പോട്ടെ. ഇവിടെ ഊടായിട്ട് ഇടിച്ചേക്കുവാ. ഇവിടെ ഒരു കല്ലിട്ട് കൊടുത്തായി. ആ പോട്ടെ. ചെറിയ എടുത്തിട്ടേ. കല്ലിട്ടോടത്ത് കയറി പോലെ വണ്ടി ഇപ്പോൾ നമ്മൾ ക്യാമറ ഇപ്പോൾ നേരെ പിടിച്ചാണ്. ഈ വണ്ടി കിടക്കണതിൻ്റെ ആ കിടപ്പുണ്ടോ ഇതുണ്ടോ? ഇത്ര വലിയ എന്നാലോ റെക്കോർഡിംഗ് ഓണാട്ടോ. ഈ ഇവിടെ പിടിക്കാത്ത ഇതാ പൊളി. എടാ അവിടെ ഒന്ന് കയറിയതാ എനിക്കാ കയറിയതാ. മാറിയതാ. ടയർ ഒരു കിൻഡല് തീർന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഉള്ള ഊടാട്ടോ. ഒന്നും ബാക്കിറക്കി ഈ സൈഡ് ചേർത്ത് പിടിച്ച് കയറ്റാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. മാറിന്നു നീ കയറി വന്നോളൂ. മാറിന്നു കാല് കൊടുത്താ കയറുള്ള. അതിവിടെ ഇവിടെ ഇടിച്ചിരിക്കണേ ഈ സൈഡ്. മാറിക്കടാ. കേറിയേ നിയാസ് ഇകെ എല്ലാവരും തള്ളിയായിട്ട് കയറേ. നല്ല സ്ലിപ്പാണ് മണ്ണില്. നമ്മൾ കയറ്റിയിരിക്കും. പാവം നിയാസിക്ക്. വണ്ടി അടിച്ചു മാറ്റിട്ടോ. വരട്ടെ. ഇനി അമലിന്റെ കൂടെ കേട്ടോ. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കാലുപിടിച്ചേ അവൻ കാലുപിടിച്ച് പയ്യ വരാം. മാറി അമല് കാണിച്ചേ. ഇത് കുഴിയാ. അവള് കിടന്ന് തിരികെയാണ് ഡോറ് തുറന്ന്. കേറൂന്ന് ഒട്ടും പ്രതീക്ഷിച്ചല്ല. പറഞ്ഞാണ് എല്ലാരും മാറിയിരുന്ന. ഞാൻ ബ്രേക്ക് ചവിട്ടില്ല, മാറിക്കോളാൻ പറഞ്ഞ. ഇനിയാ
നിർത്താല വണ്ടി തിന്നു പോയതാ. ആ ബാക്കിലോട്ട് ഇറക്കണ്ട, ഇങ്ങോട്ട് പിടിച്ചായി, ഇങ്ങോട്ട് പിടിക്കോ. സ്റ്റിയറിംഗ് നേരെയാക്കിയൊന്നും കയറില്ല. ഷോ വീഡിയോ ഒന്നും പിടിക്കാൻ കിട്ടിയില്ലെന്ന്. കയറി വന്നാൽ കിട്ടി, പക്ഷെ ഫോണിൽ വന്നത് എല്ലാം വലുതായിട്ടിരിക്കുള്ളൂ. ഞാൻ അതുകൊണ്ട് പിന്നെ ഗോപ്രോ തന്നെ എടുത്ത്. കയറും കയറും കയറും. ഒന്നുകൂടെ കാലം കൊടുത്ത് നോക്കിയാ. ഒരു ഇച്ചിരി റിവേഴ്സ് ഇറക്കിയിട്ട് ഒറ്റ കാലം കൊടുത്തടാ. ചെളിയാവും കേട്ടോ, മേത്ത് ചെളിയാവും. നല്ല അടുത്ത് കൂടെ കേട്ടോ. ആദ്യത്തെ വന്നു കയറിയ സന്തോഷത്തിൽ അമൽ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറാൻ ഇച്ചിരി പാടായിരുന്നു. മൊത്തം പുല്ലിലെല്ലാം പാഴിയെല്ലാം കയറി ചെളി ആയി കിടന്നുകൊണ്ട് കയറാൻ ഒരു ഇച്ചിരി പാട് വന്നിട്ടുണ്ട്. നമ്മളത് കയറ്റും. ചെളി ഇറക്കും ചേട്ടാ, മാറിയെന്നോ ചെളി ഇറക്കും. നോക്കിയേ നിൽക്കേ. പോട്ടെ കയറി പോട്ടോ. പിന്നെ അല്ല ഇതിന് വെട്ടം കൂട്ടിയിട്ടോ നിങ്ങൾ? ഭയങ്കര വെട്ടം. നമുക്ക് ആ വഴിയാട്ടോ കയറി പോണ്ടേ. ഇപ്പം നമുക്ക് ഇവിടുന്ന് വേറൊരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളീനെ കൂടെ വിളിച്ച് ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് കയറി പോകാമെന്ന് ഓർത്ത് നിർത്തിയതാട്ടോ. നമുക്ക് ദ്യാമലയുടെ ടോപ്പിൽ അങ്ങേയറ്റം കൊണ്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. എൻ്റെ പേരെന്നായിരുന്നു? എൻ്റെ പേര് സെർബിച്ചൻ. എൻ്റെ ഷൈബി. ഇവരൊക്കെ ആട്ടോ ഇവിടുത്തെ പുലികള്. ആ ചേട്ടനിയന്മാരെ ഇവർ രണ്ടുപേരും. ആ ഉടുപ്പനെ കണ്ടറിയാൻ പാടില്ലേ. അതെ, നമുക്ക് ഇതേ മലയുടെ മേളിലേക്കാ പോകേണ്ടത്. ഈ വഴി വെട്ടിയത് ഇവരൊക്കെ ആട്ടോ. നിങ്ങളുടെ പേര് പറഞ്ഞായിരുന്നോ? പോൾ. ടോം. മരൊക്കെ അവിടെ കട്ട ഫാൻസ് ആട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ വഴിക്ക് പോവാം. തിരിച്ചു പോവാം. റിവേഴ്സ് എടുത്തു. അത് ഇവരല്ലേ അങ്ങോട്ട് കയറാൻ വേണ്ടി എല്ലാവരും കയറിയ പോട്ടോ. നമ്മുടെ വണ്ടി ഫുള്ളായി. വേണ്ടോ? നമ്മുടെ വണ്ടി ഫുള്ളായി. പോയി നോക്കാം നമുക്ക്. ഒരു ചേട്ടൻ ആ വണ്ടി കയറി. പോട്ടെ അവൻ്റെ ബൈക്കിലേക്ക് ഇറക്കുക. നമുക്ക് അവിടെ നിന്ന് വലത്തോട്ടാട്ടോ. നമുക്ക് കയറി പോകാൻ വേണ്ടി അമ്മ വഴി ഒരുക്കി തന്ന എൻ്റെ പൊന്നു ഒക്കെ കറക്റ്റ് അടിപൊളി വഴിയാട്ടോ. പുറകിലിട്ടോ
നിമിഷാക്ക് ജിമ്പിൽ കൊടുത്തോ? പട്ടി ഉണ്ടായിരുന്നോ? ടാസ്ക് വഴി കേട്ടോ, മൊത്തം തെന്നി അടിച്ച് കിടക്കുവാണ്. നമ്പർ പ്ലേറ്റ് പോയി. നേരെ മറച്ചോടി ഇല്ല, ആ കുഴിയിലേക്ക് പോകുള്ളൂ. ബായിക്കെടുക്ക് പോരെ.